നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ആരാധന ആരംഭിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല പകലിനായി അങ്ങയെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിന്റെ രാവിലെ സമയം കർത്തവ്യപ്പെടുത്തലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്നിരുത്തി ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഈ ഭൂമുഖത്ത് ഒരുക്കുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേക ലക്ഷക്കണക്കിന് ജനങ്ങൾ ലോകത്ത് നിന്ന് കടന്നുപോകും. ഞങ്ങളെ ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും അങ്ങ് പരിപാലിച്ച ദൈവമായ സ്തോത്രം. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ സാമർഥ്യമല്ല, ഞങ്ങളുടെ സാമ്പത്തികമല്ല, ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കഴിവല്ല, ഞങ്ങളുടെ ബലമല്ല, മക്കളുടെ കൃപയും കരുണയും ഒന്ന് മാത്രം ഞങ്ങളെ കാര്യങ്ങളൊക്കെ വഴികൾക്കായി സ്തോത്രം. ഇന്ന് പകരം ഞങ്ങളുടെ സഭയിലെ ദൈവമക്കൾ ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുറവുകൾ കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണമേ, ശുദ്ധിത്വത്താൽ ഞങ്ങളെ കഴുകണമേ. തിരുസാന്നിധ്യം ഇന്ന് പകരം അനുഭവിച്ച ബലപ്പെട്ട് കടന്നു പോകുവാൻ ദൈവം സഹായിക്കണമേ. ദൈവ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. നമ്മുടെ കഷ്ടാനുഭവങ്ങളെ മരണപുനരുദ്ധാനങ്ങളെ പ്രസ്താവിക്കുന്ന തിരുമേശ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ആ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ ഞങ്ങളെ ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. താല്പര്യത്തോടെ ആഗ്രഹത്തോടെ പറഞ്ഞിട്ടുള്ള ദൈവമക്കളെ കൂട്ടിവരുത്തിയ കൃപകൾക്കായി സ്തോത്രം. വരാനുള്ളവരെ കൂട്ടിവരുത്തണമേ. ആരാധനകൾക്ക് പരിമിതികളും പരിധികളും ഒക്കെ ഉള്ളപ്പോൾ ഭവനത്തിൽ വരുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. കുഞ്ഞുങ്ങളെയും പ്രായാധിക്യമുള്ള മാതാപിതാക്കന്മാരെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ആവശ്യമാകുന്ന സൗഖ്യവും ആരോഗ്യവും ബലവും കർത്താവ് നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ ആരാധിക്കുമ്പോൾ അവർക്കും കർത്താവ് നൽകണമേ. ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തെ ഭൗതിക സമ്പത്തുകളെല്ലാം ദൈവത്തിന്റെ ദൂതമാണ് കാരണം ചെയ്ത് പരിപാലിക്കണമേ. അങ്ങ് ഞങ്ങളെ ഇന്ന് ബലപ്പെടുത്തണമേ. സർവശക്തനായ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. മഹത്വങ്ങളെ ഞങ്ങളെ ഭക്താവ് അർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ ദൈവത്തെ പാടി ബന്ധപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ധ്യാനിച്ചു
വീണ്ടും സ്തോത്രം ചെയ്ത് പാടി ദൈവത്തെ ആരാധിക്കാം. കർത്താവിന്റെ സ്നേഹം അതിശയകരമാണ്. കാൽവരി ക്രൂശിലെ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. ആ ആഴമേറിയ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വർദ്ധിപ്പാൻ ദൈവം കൃപ ചെയ്യുന്നു. ഇന്ന് പലകാലം നമുക്ക് ഒരുമിച്ച് ചേർന്ന് എന്തതിശയമേ ദൈവത്തിന്റെ സ്നേഹമെന്നുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന അനുഗ്രഹീതമായ കരങ്ങളടിച്ച് അതിനെ തോന്നുന്നു നമുക്ക് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. Oh
ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഈ വിശുദ്ധ ദിവസത്തിന്റെ രാവിലെ സമയം കർത്തൃപാദത്തിൽ വന്നു കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പാടി ആരാധിപ്പാൻ, നമ്മുടെ ആരോഗ്യത്തിന്റെ ദശാംശം ദൈവസഭയിൽ സമർപ്പിക്കുക, കരങ്ങളടിച്ച് പാടുവാൻ, അതരങ്ങൾ തുറന്ന് പാടുവാൻ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ പിടിയിൽ അകപ്പെട്ട വേദനയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, വളരെ വേദനയിൽ കൂടെ പോകുന്ന കുടുംബങ്ങൾ എത്രയോ പേരുണ്ട്. പരസഹായം കൂടാതെ പാലിൽ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം, നമുക്ക് നൽകിയിരിക്കുന്ന ആരാധനാലയത്തിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഈ ഭൂമുഖത്ത് ദൈവം ഒരാവശ്യങ്ങൾ ഒരുക്കി തന്നത് ഓർത്ത് നമ്മുടെ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കഴിവുകൾ, നമ്മുടെ ബലമല്ല, നമ്മുടെ ശക്തിയല്ല, ദൈവത്തിന് കൃപയാ ദൈവമേ ഓരോ ദിവസവും നടത്തുന്നു. കർത്താവിന്റെ കരുണ എത്ര വലിയതാണ്. നമ്മുടെ ഹൃദയത്തോടെ ഓർത്ത് ധ്യാനിച്ച് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവസനയിലെത്തിയതുകൊണ്ട് 48 സങ്കീർത്തനം ബാക്കി പ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ മനസ്സിൽപ്പെടുത്താം. സങ്കീർത്തനം 48 Psalms 48 അവസാനത്തെ 2 വാക്യങ്ങൾ നമ്മൾ ചേർന്ന് വായിക്കുകയും ചെയ്യും. സങ്കീർത്തനം നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. അതിന്റെ അരമനകളിൽ ദൈവം ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അവരത് കണ്ടമ്പരന്നു, അത്ഭുതമിച്ച് ഓടിപ്പോയി. ഈ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീശ് കപ്പലുകളെ ഓടിച്ചു കളയുന്നു. വാക്കെട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ ദൈവമേ, നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നു. നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാ പുത്രിമാരായി നീക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം ചേർന്ന് വായിക്കാം. അതിന്റെ സൂക്ഷിച്ച് ഈ ദൈവം നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മളെ ജീവവഴി നടത്തും. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഈ ദൈവം എന്തും നമ്മുടെ ദൈവമാണ്. ആ ദൈവം നമ്മെ ജീവപര്യന്തം നടത്താൻ വിശ്വസ്തനാണ്. രാജാക്കന്മാരെക്കാൾ, പർവ്വതങ്ങളെക്കാൾ, ഈ ഭൂമിയിലുള്ള സകലത്തിനേക്കാളും അത്യുന്നതനായ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി. ഇന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുക. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ സന്തോഷമുള്ള ഭാഗത്തിൽ പ്രാർത്ഥിക്കും. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒരുമിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തോടെ കർത്താവെ നൽകുന്ന നാശകത്തിനായ സ്തോത്രം. കർത്താവെ നിന്റെ ദാസനോട് സഹായിക്കണം. ഈ ദൈവം ഞങ്ങളുടെ ദൈവമായിരിക്കാൻ തക്കണം. കർത്താവോട് സഹായിച്ചായിട്ട് കർത്താവെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയുടെ വിവരങ്ങളെ ഏൽപ്പിക്കുന്നു. ഏകാക്കളും ആയിരിക്കാൻ സഹായിച്ച യേശുവിന്റെ നാമം തന്നെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 48 സങ്കീർത്തനം കഴിഞ്ഞ ആഴ്ച വായിച്ച 47 ക്രമീകൃതമായിട്ടാണ് സങ്കീർത്തനം വായിക്കുന്നത്. നമുക്കറിയാം ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച്, ദൈവത്തിന്റെ വലിപ്പത്തെക്കുറിച്ച്. ദൈവം ആരാണ്? മോസ്റ്റ് ഹൈ. കഴിഞ്ഞ ദിവസം പറയുകയാണ്, ഉന്നതനായ ശ്രേഷ്ഠവാനായ ദൈവത്തെ വേദപുസ്തകത്തിൽ ഓരപുത്രന്മാർ പറയുക. ആ ദൈവം വലിയവനാണ്, അത്യന്തം സ്തുത്യനാണ്. ആ ദൈവത്തെ പോലെ ആരുമില്ല. ആ ദൈവം സർവശക്തനാ, സർവജ്ഞാനിയ, സർവവ്യാപിയ, സർവത്തിന്റെ അതോറിറ്റി ഉള്ളവനാണ്, അധികാരമുള്ളവനാണ്. കോവിഡിനോ അതിനേക്കാൾ വലിയ പകർച്ചവ്യാധിക്കോ രാഷ്ട്രത്തിനോ രാഷ്ട്രീയത്തിനോ ആർക്കും ദൈവത്തെ പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല. സർവശക്തൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിൽ വരുത്തും. സർവശക്തൻ ഒരു കാര്യം
നിയന്ത്രിച്ചാൽ അത് നിയന്ത്രണത്തിൽ വരും. പ്രകൃതി പോലും, കാറ്റും കടലും പോലും, ലോകത്തുള്ള കൊച്ചു ജീവികൾ പോലും കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കുന്നവരാണ്. തീർച്ചയായും ജീവിതയാത്രയിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്നവരാണ്. നാം പ്രാർത്ഥനയിൽ കൂടെ അനുഭവിച്ചിട്ടുള്ളവരാണ്. ആ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് വീണ്ടും ഓരോരുത്തന്മാർ പറയുകയാണ്, അവർ 48 സംഘത്തിൽ പറയുകയാണ്, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവരും അത്യന്തം സ്തുത്യനുമാകുന്നു. നമ്മുടെ നാവുകൾ കൊണ്ടോ നമ്മുടെ കണ്ണുകൾ കൊണ്ടോ നമ്മുടെ ജീവിതം കൊണ്ടോ എത്രമാത്രം സ്തുതിച്ചാലും അതിനേക്കാൾ അപ്പുറമാണ് സർവശക്തനായ ദൈവത്തിന്റെ സ്തുതിക്കാനുള്ള നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ. അല്ലെ, ജനങ്ങൾക്ക് അത്രമാത്രം ഉയരമുള്ള, അത്രമാത്രം വലിപ്പമുള്ള, ഡീപ്പായിട്ടുള്ള കാര്യമാണ് ദൈവം ചെയ്തിട്ടുള്ളത്. സ്തോത്രം. ഞാൻ ഇതൊന്നും അല്ലാതെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒറ്റ വാക്യം വായിച്ച് അതിന് ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അവസാനത്തെ വാക്യം, 14ാമത്തെ വാക്യം. നമുക്ക് മനപ്പാടം അറിയാത്ത വാക്യമോ ഒന്നുകൂടെ വായിച്ചത്. ഈ ദൈവം എന്നും എന്നേക്കും, നാം പലപ്പോഴും സാക്ഷ്യത്തിൽ കൂടെ പറയാറുണ്ട്, ഈ ദൈവം എന്നും എന്നേക്കും. നമ്മുടേതൊക്കെ പറയുന്നത്, ഞങ്ങളുടെതൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി ഈ ദൈവം എന്നും എന്നേക്കും എന്റെ ദൈവമാ, എന്റെ ദൈവമാ. ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാ. ഈ ദൈവം എന്നും എന്നേക്കും എന്റെ, നമ്മുടെ, ഞങ്ങളുടെ, എന്റെ ദൈവമാണെന്ന് ഉറക്കെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. അവൻ നമ്മെ ജീവപര്യന്തം നടത്തും. ജീവപര്യന്തം. എന്താ ജീവപര്യന്തം? ജീവപര്യന്തം എന്ന് പറയാം എന്താ? ഞാൻ പറയാതെ മലയാളം അറിയാവുന്നതൊക്കെ അറിയാം. ജീവന്റെ അവസാന നിമിഷം വരെ ഈ ദൈവം നടത്താൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ആ പ്രതികൂലം വന്നിട്ടും, പ്രയാസം വന്നിട്ടും, ആക്ഷേപം വന്നിട്ടും, കോവിഡ് 1 വർഷം കഴിഞ്ഞിട്ടും നമ്മളെല്ലാം താല്പര്യത്തോടെ രാവിലെ പാസ്റ്ററെയൊക്കെ വിളിച്ച് പറഞ്ഞ് ആരാധനയ്ക്ക് താല്പര്യത്തോടെ വരുന്ന ഈ ദൈവത്തിന്റെ ദയ പാസ്റ്ററേക്കാൾ ഉപരിയായി, അപ്പനേക്കാൾ ഉപരിയായി, അമ്മയേക്കാൾ ഉപരിയായി, കുഞ്ഞുങ്ങളെക്കാൾ ഉപരിയായി, സഭക്കാരെക്കാൾ ഉപരിയായി, നിങ്ങൾ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്നവരെക്കാൾ ഉപരിയായി അറിയാവുന്ന ഒരു തമ്പുരാനായതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ആരും നിർബന്ധിക്കാതെ ഇന്നലെ വിളിച്ചു പറഞ്ഞ് ഈ കസേരകളിൽ ഇന്ന് പോലെ വന്നിരിക്കുന്നത് ആദരിക്കാൻ വേണ്ടിയാണോ? സ്തോത്ര കാഴ്ച അർപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല. ഈ ദൈവത്തെ രുചിച്ചറിഞ്ഞ ദൈവമക്കൾ, ഈ ദൈവത്തെ മനസ്സിലാക്കിയ ദൈവമക്കൾ, ഈ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ, ഈ ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും വർണ്ണിക്കുന്ന ദൈവമക്കൾ, അവർക്ക് പറയാൻ പറ്റും, ഈ ദൈവം എന്തും എന്തേക്കും എന്റെ ദൈവമാണ്. എന്നെ അന്ന് ജീവപര്യന്തം നടത്തും. ഹല്ലേലൂയ. ജോലി പോയാലും, കോവിഡ് വന്നാലും, ബുദ്ധിമുട്ടിൽ കൂടെ പോയാലും, പ്രതിസന്ധി വന്നാലും, ക്ഷീണങ്ങൾ വന്നാലും, എനിക്കറിയാം ഈ ദൈവം എന്നും എന്തേക്കും എന്റെ ദൈവമാ. അത് മാത്രമല്ല, ദൈവമെന്ന് പറഞ്ഞിട്ട് ദൈവത്തിനൊരു പ്രൈസ് കൊടുത്തിട്ട്, ഒരു സ്തുതി കൊടുത്തിട്ട് ദിക്കിലോട്ട് മാറുകയല്ല. ഈ ദൈവത്തെ എന്റെ ദൈവമാണെന്ന് പറയുമ്പോൾ തന്നെ പറയുക, എന്റെ ജീവപര്യന്തം നടത്തും. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കാമോ? ജെനസിസ് ചാപ്റ്റർ 28 വേഴ്സ് 20, 28-ന്റെ 20-ാമത്തെ വാക്യം. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ എന്റെ യാത്രയിൽ എന്തൊക്കെ കാര്യങ്ങളാ ജീവിതയാത്രയിൽ ഒരുപാട് പറയുക. ദൈവത്തോട് സഹിതമുള്ളവൻ, ദൈവത്തിന്റെ നന്മകളെ പ്രാപിച്ചോ പറയുക, ഒരു സമർപ്പണം ചെയ്തു, നേർച്ച നേർന്നു, കിട്ടുമെന്നും ലഭിക്കുമെന്നും ജീവപര്യന്തം നടത്തുമെന്നും ഉത്ബോധ്യമുള്ളതുകൊണ്ട്, ദൃഢമായ നിശ്ചയമുള്ളതുകൊണ്ട്, ദൃഢമായ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് പറയുക, എന്റെ യാത്രയിൽ എന്നോടുകൂടെ ഇരിക്കും. ഭക്ഷിപ്പാൻ ആഹാരവും, ധരിപ്പാൻ വസ്ത്രവും, പിന്നെ എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിൽ സൗഖ്യത്തോടെ ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. ആ ദൈവത്തെ രുചിച്ചറിഞ്ഞവൻ, ആ ദൈവത്തെ മനസ്സിലാക്കിയവൻ, ആ ദൈവത്തോട് അഭേദ്യമായ ബന്ധമുള്ളവൻ, ആ ദൈവത്തോട് യഥാർത്ഥമായ ചുവടുകൾ ആ ദൈവത്തിന്റെ പിന്നാലെ വെക്കുന്നവൻ പറയുക, എന്റെ ദൈവം എന്റെ
സ്നേഹിച്ചാൽ. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, കാൽവരി ക്രൂശിലൂടെ നമുക്ക് രക്തം വിട്ടി തന്നു. ഇന്നും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകുന്നു. തളർത്ത് ഏൽപ്പിക്കാതെ, പ്രാണന് ഹാനി വരാതെ, ജീവിതത്തിൽ അണിഞ്ഞ വസ്ത്രാദികൾ നന്മ നൽകി, മനോഹരമായ ഡ്രസ്സുകൾ ധരിച്ച്, മാന്യമായി ജീവിതത്തിൽ യാത്ര ചെയ്ത് ഭക്ഷിപ്പാൻ മറ്റുള്ളവരെക്കാളൊക്കെ മാന്യമായി ജീവിതത്തിൽ ഭക്ഷണാദികളൊക്കെ തന്ന്, ജീവിതത്തിൽ നല്ല വീടുകളൊക്കെ തന്ന്, കിടപ്പാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്ന്, എല്ലാം ഒരുക്കി തന്ന ആ ദൈവത്തെ ഇന്ന് പകൽക്കാലം മറ്റുള്ളവരുമായി തുലനം ചെയ്യുമ്പോൾ, ദൈവമേ, അന്ന് എന്റെ ജീവിതത്തിൽ തന്ന, എന്റെ ജീവിതയാത്രയിൽ തന്ന നന്മ എത്ര വലിയതോ. എന്റെ അപ്പന്റെ വീതം കിട്ടിയിട്ടില്ലായിരിക്കാം, അമ്മയുടെ വീതം കിട്ടിയിട്ടില്ലായിരിക്കാം, എനിക്ക് കഷ്ടപ്പാടിന്റെ പ്രതിഫലം എന്റെ ബോസ് എനിക്ക് തന്നിട്ടില്ലായിരിക്കാം, ഞാൻ ജോലി ചെയ്ത സ്ഥാപനം എന്നെ പിരിച്ചുവിട്ടിട്ടുണ്ടായിരിക്കാം, എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം, ആരോഗ്യത്തിന്റെ പ്രശ്നമുണ്ട്. പക്ഷേ ബോസ് ഉണ്ടായിരുന്നാലും, അപ്പനും അമ്മയും ഉണ്ടായിരുന്നാലും, ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നാലും നമുക്ക് പറയാൻ പറ്റും, എന്റെ ജീവിതത്തിൽ എല്ലാം നൽകി തന്ന് ജീവപര്യന്തം നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം വലിയവനാ, ആ ദൈവം ശ്രേഷ്ഠവാനാ, ആ ദൈവം എനിക്ക് മറക്കാൻ കഴിയാത്തവനാ. ഹല്ലേലൂയ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകും. എന്റെ അപ്പന്റെ വീട്ടിലേക്ക് ചന്ദ്രനെ ചോരയൂറ്റി തന്ന് എന്റെ പ്രാണനെ വീണ്ടെടുത്ത് എന്റെ കർത്താവ്. നമുക്ക് പറയാൻ പറ്റും, അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന മുടിയനായ പുത്രന്റെ കഥ നമുക്കറിയാം. ഞാൻ അതൊന്നും വിവരിക്കുന്നില്ല, പറഞ്ഞ സമയം മുമ്പോട്ട് പോകും. അവിടെ പറയുന്നു, അപ്പൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്ത് അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ ആ മടങ്ങിക്കൊണ്ടുവരുന്ന സന്തോഷം ആ പുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. നമുക്ക് എല്ലാവർക്കും മനപ്പാടം അറിയാവുന്ന സംഭവങ്ങളൊക്കെ കാണാൻ കഴിയുന്നത്. ഇതിപ്പോ ഞാൻ പറയട്ടെ, അപ്പന്റെ വീട്ടിൽ നന്മയുണ്ട്. അപ്പന്റെ വീട്ടിൽ ജോലിക്കാരും കൂലി കൊണ്ടൊക്കെ പോകും. അപ്പന്റെ വീട്ടിൽ വേലക്കാരി എളുപ്പം പോകും. പന്നിയുടെ വളവരെയൊക്കെ കഴിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒക്കെ കണ്ടാൽ നീ കാട്ടിക്കിടക്കത്തുള്ളൂ. നിന്നെ അപ്പന്റെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ട് വന്ന ആരെന്നറിയാമോ? സർവശക്തനായ ദൈവമാ. പാപത്തിന്റെ ചണ്ടിക്കൂപ്പാറകളിൽ, പാപത്തിന്റെ അഗാധ കൂപത്തിൽ, പാപത്തിന്റെ ചേറ്റുകുഴിയിൽ താഴെ വീണ് ഒരു മദ്യപാനിയായി സിഗരറ്റും വലിച്ച് വീടിയും വലിച്ച് ആൾക്കാർ വായി വന്ന ചീത്തം വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിലയുമില്ലാതെ പൊക്കോണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് പിടിച്ച് വേർതിരിച്ച് തന്റെ മകനാക്കി, തന്റെ മകളാക്കി ഈ തിരുവേശയിൽ പങ്കാളികളാകുവാൻ, നിത്യ രാജ്യത്തിന്റെ അവകാശിയാക്കുവാൻ, സ്വർഗരാജ്യത്തിലെ അപ്പന്റെ ഭവനത്തിൽ ഓഹരിക്കാരാക്കുവാൻ, ജീവപര്യന്തം നടത്തുവാൻ സർവശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെയുള്ളത് കൊണ്ട് ഇന്ന് കല്യാണിയിൽ നിന്നുകൊണ്ട് ദൈവമക്കൾക്ക് പറയാൻ പറ്റും, ഈ ദൈവം എന്ന് വന്നേക്കും. എന്റെ മരണമല്ല മാത്രമല്ല, എന്റെ നിത്യതയിൽ എത്തിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ ഓർത്തുകൊണ്ട് എനിക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പാടിയത്, എന്തതിശയമേ ദൈവത്തിന്റെ സ്നേഹം എത്ര മനോഹരമേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി, ഭൂമിയിലെ അപ്പന്റെ വീട്ടിലോട്ടാണെങ്കിലും നല്ലപ്പന്മാരാണെങ്കിൽ എല്ലാം നല്ലതായിട്ട് ചെയ്യും. ഇവിടുത്തെ അപ്പന്മാർ, നമ്മൾ ചിലപ്പോൾ മരിക്കുന്നവരുമ്പോ ഇവിടുത്തെ അപ്പന്മാരൊക്കെ മരിച്ചു പോകും, ഇവിടുത്തെ അമ്മമാര് പോകും, ഇവിടുത്തെ ഡാഡിമാരും പപ്പന്മാരൊക്കെ പോകും. പക്ഷെ സ്വർഗത്തിലെ അപ്പനെ ഒരു ജീവപര്യന്തം. നമ്മൾ ജീവനോടിരിക്കുന്ന സ്വർഗത്തിലെ അപ്പം മരിക്കത്തില്ല. നമ്മൾ മരിച്ച് മൺമറിഞ്ഞു പോയാൽ സ്വർഗത്തിലെ അപ്പം ജീവനുണ്ട്. പക്ഷെ നമ്മൾ ജീവനോടിരിക്കുമ്പോൾ നമ്മുടെ അപ്പന്മാർ, എന്റെ ഉൾപ്പെടെ അപ്പന്മാർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഇനി പപ്പാന്നോ ഡാഡിന്നോ അച്ചാന്നോ പപ്പ അല്ലെങ്കിൽ അച്ചാച്ചാന്നൊക്കെ വിളിക്കാൻ ഈ ലോകത്തിലെ പപ്പമാരില്ല, അപ്പന്മാരില്ല. എന്നാൽ ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ഒരു പിതാവുണ്ട്, ജീവപര്യന്തം നടത്തുന്ന. അത് മനസ്സിലാക്കിയ യാക്കോബ് പറയുക, എന്റെ യാത്രയിൽ എനിക്ക് വസ്ത്രങ്ങൾ നൽകുന്ന, എനിക്ക് ആഹാരങ്ങൾ നൽകുന്ന, എന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരു പിതാവുണ്ട്. ആ ദൈവം എന്റെ ദൈവമായിരിക്കും. നേർച്ച നേരുക, സമർപ്പിക്കുക, എന്റെ ദൈവങ്ങളെ കേൾപ്പിക്കുക. അതുകൊണ്ട് ഇന്ന് പറയട്ടെ, ഈ ദൈവം എന്നും സാമിന്റെ മാത്രമല്ല, ഇവിടെ എനിക്ക് ദൈവമക്കളെ മാത്രമല്ല, എല്ലാവരുടെ ദൈവമാണ്. 77-ാം സങ്കീർത്തനത്തിലുണ്ടല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരും. 77-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിലുണ്ട്, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, പേടിക്കണ്ട കുഞ്ഞുങ്ങളെ. നിങ്ങളെല്ലാം അഡ്മിഷൻ കിട്ടി, ഞാൻ ഇതിനോട് ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ,
നിങ്ങൾ അഡ്മിഷൻ കിട്ടി, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പോകും, നിങ്ങൾ AC പോകാൻ 5 പേർ റെഡിയായിട്ട് നിൽക്കുക, നിങ്ങൾ അഡ്മിഷൻ എല്ലാം റെഡിയായിട്ടിരിക്കുക. പോയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരുണ്ട്, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരുണ്ട്, എല്ലാ കോഴ്സുകളും പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങളുടെ പപ്പായും മമ്മിയും നിങ്ങളുടെ സെമസ്റ്ററിലില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭൗതികമായ ബുദ്ധിമുട്ടുകൾ നേരിടും വഴി നിങ്ങൾ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനപ്രകാരം ജീവിക്കാൻ തയ്യാറായ നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും നിങ്ങളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ വഴി നടത്തുന്ന ദൈവം. പറയട്ടെ, ഈ ദൈവത്തിന് എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഈ വചനവുമായി നിൽക്കുമ്പോൾ ഞാൻ പറയാ, ഞാൻ എന്റെ ദൈവത്തിന്റെ മകനാണ്. എന്റെ സഭ നോക്കിയില്ലെങ്കിലും, കുഞ്ഞുങ്ങൾ നോക്കിയില്ലെങ്കിലും, ഭാര്യ നോക്കിയില്ലെങ്കിലും, എന്റെ അപ്പനമ്മയെ നോക്കിയില്ലെങ്കിലും ഈ ദൈവത്തിന്റെ വേദക്കാരനായതുകൊണ്ട് എനിക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയും, ഈ ദൈവം എന്ന് നിൽക്കും എന്റെ ദൈവമാണ്. ജീവപര്യന്തം നടത്താൻ വിശ്വസ്തന. എത്ര ഏജായാലും എത്ര നാടുകളായാലും എന്നെ നടത്താം, നമ്മെ ശക്തീകരിപ്പാൻ, നമ്മെ എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ, പൊസിഷനിൽ, അവസരത്തിൽ എത്തിക്കാം ഈ ദൈവം വിശ്വസ്തനാണ്. ഇതാണ് എന്റെ സാക്ഷ്യം, ഇതാണ് ഇന്ന് പകൽ എന്റെ ടെസ്റ്റിമണി. ഇത് പകൽ നമുക്ക് ഓരോരുത്തർക്കും ആരും ടോപ്പായിട്ട് വന്ന ആൾക്കാരല്ല, എല്ലാവരും കഷ്ടപ്പാടിലൂടെ, ബുദ്ധിമുട്ടിലൂടെ, പ്രയാസ ഘട്ടങ്ങളിലൂടെ വന്നവരാ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ. അവരുടെ ജീവിതത്തിൽ തന്നെ ഇപ്പൊ പൈസ കാണുമായിരിക്കും, ഇപ്പൊ പെൻഷൻ മേടിക്കുന്നുണ്ടായിരിക്കും, ഇപ്പൊ കുഞ്ഞുങ്ങളുടെ പൈസ ഗൾഫിൽ നിന്ന്, അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ. പക്ഷെ ജീവിതത്തിന്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടിൽ കൂടെ പോയ. ഒരു നല്ല ഡ്രസ് ഇടാൻ ആഗ്രഹിച്ച, നല്ലൊരു വാഹനം ഓടിക്കാൻ, സൈക്കിൾ കിട്ടാൻ ആഗ്രഹിച്ചവരാണ് ഞാൻ പറയട്ടെ, ഇന്ന് പകൽ ഓരോ ദൈവദാസന്മാരുടെ സൈക്കിൾ ഓടി വരുമ്പോൾ മുന്തിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എന്റെ അപ്പന് തരാൻ പൈസ, എടുത്തു തരാൻ പൈസ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതൊന്നും പറഞ്ഞ് നിങ്ങളെ സിമ്പതി മേടിക്കില്ല, അത് നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം. അത് ഞാൻ പറയട്ടെ. പക്ഷേ ഈ ദൈവം ജീവപര്യന്തം നടത്തുന്നുണ്ട്, ജീവപര്യന്തം നടത്തുക. ഈ ഒക്ടോബർ മാസം 10/10/2021 എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് നൽകിയിട്ടുള്ള ആ ദൈവമക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാ. ജീവപര്യന്തം നടത്താൻ വിശ്വസന. ആരൊക്കെ നടത്താൻ കഴിയത്തില്ലെന്ന് പറയുമ്പോഴും എനിക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയും, യാക്കോബിനെ മാത്രമല്ല, അബ്രഹാമിനെ മാത്രമല്ല, മോശയെ മാത്രമല്ല, ഇസ്ഹാക്കിനെ മാത്രമല്ല, ഈ ദൈവം നമ്മെ നടത്താൻ വിശ്വസന. ദൈവം നമ്മളെ ഈ വചനങ്ങളാണ് അനുഗ്രഹിക്കട്ടെ. സമയം ദൈവത്തിന്റെ സഹായം സാധിക്കുന്നുണ്ടായിരുന്നല്ലോ. ദൈവം നമ്മളെ ഇന്ന് പകലും ശക്തീകരിപ്പാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്നു, ദൈവം നമ്മെ അത്ഭുതമായി നടത്തുന്നു. ദൈവത്തിന്റെ സന്നിധി സമയം ചെലവഴിപ്പാൻ കിട്ടുന്ന സമയങ്ങളൊക്കെ ആത്മാർത്ഥതയോടെ നമുക്ക് ചെലവഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ നമ്മുടെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് തിരുമേശയുന്നത്. ചില ആഴ്ചകൾക്ക് ശേഷം ഇതിൽ പങ്കെടുക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, ദൈവസ്ഥാനത്തെ ബോധ്യത്തോടെ പങ്കെടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും എന്ന് പറഞ്ഞു. കർത്താവിന്റെ വരവോളം നമ്മുടെ കാലഘട്ടങ്ങൾ കഴിയാം, അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലാണെങ്കിൽ കർത്താവിന്റെ വരവിൽ നാം ഇവിടെ ദൈവമക്കളായി ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട ദൈവവചന അടിസ്ഥാനത്തിൽ വിശുദ്ധിയിലും വേർപാട് ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഇതിൽ ഭാഗമാകാൻ അവസരമുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തെ ചൈതന്യം തരുവാൻ, ബലപ്പെടുവാൻ, ശക്തീകരിക്കുവാൻ, ഉഴപ്പൻ വിശ്വാസികളായിട്ടല്ല, ഉഴപ്പൻ ദൈവദാസന്മാരായിട്ടല്ല, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിശ്വസ്തതയ്ക്ക് ഒത്തവണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥതയോടെ, വളരെ ദൈവഭയത്തോടെ ഈ ശുശ്രൂഷകളിൽ നമുക്ക് പങ്കെടുക്കാം. മത്തായി സുവിശേഷം 27-27 അധ്യായത്തിന്റെ 24 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ ആശീർവാദം പരസ്യമായി ഇവിടെ വായിക്കും. പ്രാർത്ഥനയോടെ ദൈവമക്കൾ ശ്രദ്ധിപ്പാൻ അർപ്പിക്കുന്നു. മത്തായി സുവിശേഷം 27 അധ്യായം. നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീനെന്ന് പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമെല്ലാം ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ പ്രവാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ടടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. അനന്തരം നാടുവാഴിയുള്ള പടിയാളികൾ യേശുവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി.
യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തൂക്കി ഓരിടത്ത് അവന്റെ തലയിലടിച്ച് അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ സീമോൻ എന്ന പേരുള്ള കൊലക്കാരനെ കണ്ട് അവരെ ക്രൂശിപ്പാൻ നിർബന്ധിച്ചു. തലയോട് അർത്ഥമുള്ള ഗൊൽഗോഥാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് നോക്കിയാതെ കുടിപ്പാൻ മനസ്സായില്ല. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ടവന്റെ വസ്ത്രം കവിത്തെടുത്തു. അവിടെ ഇരുന്നുകൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരായ യേശു അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു. പലയിടത്തും ഇടത്തുമായ കള്ളന്മാരെയും അവരോട് കൂടെ ക്രൂശിച്ചു. കടന്നു പോകുന്നവർ തലമുറുക്കി അവനെ ക്രൂശിച്ചു. മന്ദിരം പിടിച്ച് 3 നാൾ കൊണ്ടുപണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കാം, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവനെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയില്ല. ഇവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ ഇറങ്ങി വരട്ടെ. എന്നാൽ ഞങ്ങൾ അവനെ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടിവിക്കട്ടെ. ഞാൻ ദൈവപുത്രനെന്ന് പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അവൻ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരവനെ നിന്ദിച്ചു. 6 മണിനേരം മുതൽ 9 മണിനേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണിനേരത്തെ യേശു എലീ എലീ ലമാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ച്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്നാണ് അർത്ഥം. അവിടെ നിന്നിരുന്നവർ ചിലരെന്ന് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി പുഷ്പം എടുത്ത് കുളിച്ച വേലി നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവൻ കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്കാം, ഏലിയാവിനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശുവിനെ ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. വളരെ ശ്രദ്ധയോടെ കേൾക്കുവാനിടയായി തീർന്നു. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നാം കർത്തൃമേശയെടുക്കുന്ന സമയങ്ങളിൽ ദേവദാസന്മാർ വായിപ്പിച്ചിട്ടുണ്ട്, നാം വായിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ ഒരു വർഷത്തിൽ കൊണ്ടാടുന്നവരല്ല. ഞാൻ ഇവിടെ നമ്മൾ ഓർമ്മിച്ചതുപോലെ ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. നാം കൂടി വരുമ്പോൾ, നാം ദിവസത്തിൽ കടന്നു വരുമ്പോഴൊക്കെ ഈ ക്രൂശിനെ ധ്യാനിക്കാതെ പോകരുത്. കർത്തൃമേശയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദിവസത്തിൽ നാം കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നമ്മൾ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ ധ്യാനിക്കുമ്പോഴൊക്കെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മളെ നിത്യതയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി കർത്താവ് ചെയ്ത ത്യാഗങ്ങൾ, വേദനകൾ, യാതനകൾ വളരെയായിരുന്നു. എന്നാൽ പരാജയപ്പെട്ട ഒരു ക്രിസ്തുവിനെ അല്ല നമ്മൾ സേവിക്കുന്നത്. ഈ ലോകം പരാജയപ്പെടുത്താൻ ശ്രമിച്ചു, പിശാച് തള്ളിയിടുവാൻ ശ്രമിച്ചു, ഇല്ലാതാക്കാൻ ലോകത്തിന്റെ വിധികർത്താക്കൾ നോക്കി. ചരിത്രമോ ചക്രവർത്തിമാരോ രാജാക്കന്മാരോ രാഷ്ട്രങ്ങളോ ഒന്നും കർത്താവിന്റെ മുമ്പിൽ ഒന്നുമില്ലാതായി തീർന്നു. റോമൻ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ തികച്ച് പിതാവ് വെച്ചിരിക്കുന്ന ദൗത്യം യേശു കർത്താവ് പൂർത്തീകരിച്ച് സ്വർഗസന്നിധികളിലേക്ക് പോയി. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇവിടെ സ്ഥലമുണ്ട്, വീടുണ്ട്, പറമ്പുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് സ്ഥിരമായി വരൻ പറയുന്നു, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോകും. കൈപ്പണിയില്ലാത്തൊരു കെട്ടിടം ഞങ്ങൾക്ക് ധാരാളമായി സ്വർഗത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയുന്നു. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, കല്ലറ കൊണ്ട് അവസാനിക്കുന്നതല്ല, ശവപ്പറ കൊണ്ട് അവസാനിക്കുന്നതല്ല, സെമിത്തേരി കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൽ മരിച്ച ഉയർത്തെഴുന്നേൽക്കും. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, കർത്താവിന്റെ കൽപ്പനയാവുന്ന സ്നാനം സ്വീകരിച്ച്, കർത്താവിന്റെ വചനപ്രകാരം പരിശുദ്ധാത്മാവിന്റെ നദിയിലൂടെ യാത്ര ചെയ്യുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നുണ്ട്,
ഇവിടെ പറയുന്നു കർത്താവ് അനുഭവിച്ച കഷ്ടതകൾ എത്രമാത്രം വലിയതാണ്. ഞാൻ അതൊന്നും കൂടുതൽ വിവരിക്കുന്നില്ല. നമ്മുടെ കർത്താവിനെ കളിയാക്കി, നിന്ദിച്ചു, പകച്ചു, നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിറയുക എന്നൊക്കെ ആക്ഷേപിച്ചു. പക്ഷെ അതിനൊന്നും കർത്താവ് മറുപടി കൊടുക്കാൻ നിന്നില്ല. ക്രൂശിൽ കൈകൾ വിരിക്കപ്പെട്ടവനായി, കൈകാലുകളിൽ ആളുകൾ തറയ്ക്കപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടം വെച്ചവനായി, ശരീരം മുഴുക്ക ചാട്ടവാറുകൾ കൊണ്ടും എല്ലും കഷണങ്ങളും കൊളുത്തുകൾ കൊണ്ട് ആ പച്ച ശരീരത്തിന്മേൽ അടിക്കുമ്പോൾ, ശരീരം കീറി മുറിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ അടികൾ കൊണ്ട് ശരീരത്തിലെ പച്ച മാംസം പറഞ്ഞു വരുമ്പോൾ, യേശു പാപം ചെയ്തിട്ടല്ല, കുറ്റം ചെയ്തിട്ടല്ല, തെറ്റ് ചെയ്തിട്ടല്ല, പാപിയായി ജനിച്ചിട്ടുമല്ല. നാം പാപികളായിരുന്നു. നമ്മെ രക്ഷിക്കാൻ വേണ്ടി പിതാവ് വെച്ച ദൗത്യമായിരുന്നു. ലോകത്തിൽ വ്യത്യസ്തനായ ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവരായ കർത്താവ്. ധ്യാനിക്കാതെ പോകരുത്. ഒരു സഭയിൽ മെമ്പർഷിപ്പ് ആവശ്യമാണ്, സഭയുടെ കൂട്ടായ്മ ആവശ്യമാണ്. പക്ഷേ ആത്മാർത്ഥതയോടെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവമക്കൾക്ക് ഇത് ധ്യാനിക്കാതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായ ക്രൂശിനെ ഒന്ന് ധ്യാനിക്കാം. ആ കർത്താവിന്റെ സന്നിധിയിലേക്കും നോക്കാം. 2021 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചങ്ങല ചോരയൂറ്റി തന്ന, നമുക്ക് വേണ്ടി അനുഗ്രഹിച്ച, നമുക്ക് വേണ്ടി ശരീരം തകർക്കപ്പെട്ട നമ്മുടെ കർത്താവ് എന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിന്റെ ഭാരം അവന്റെ മേൽ വെച്ചുകൊണ്ട ഞാൻ നിന്നെ പുലർത്തും. നമ്മയുടെ ഭാവിച്ചതുപോലെ ഈ ദൈവം എന്നും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം നമ്മെ നടത്തുന്ന ദൈവം ഈ സ്നേഹം മനസ്സിലാക്കാനുള്ള അവസരം നൽകി തന്നു. ഇന്ന് ധ്യാനത്തോടെ നമുക്ക് ദൈവസ്ഥലേക്ക് നോക്കാം. ഇവിടെ അനേക അത്ഭുത പ്രവൃത്തികൾ, വീരപ്രവൃത്തികൾ കർത്താവ് ചെയ്തു. പക്ഷെ ഈ ലോകം കൊടുത്ത പ്രതിഫലം നിന്നയായിരുന്നു. ഈ ലോകം കൊടുത്ത പ്രതിഫലം ചാട്ടവാറിന് അടിയായിരുന്നു. ഈ ലോകം കൊടുത്ത പ്രതിഫലം മുഷ്ടിചുരുട്ടിയുള്ള ഇടിയായിരുന്നു. ഈ ലോകം കൊടുത്ത പ്രതിഫലം മുഖത്തെ രോമം പിടിതെടുക്കുകയായിരുന്നു. ഈ ലോകം കൊടുത്ത പ്രതിഫലം തലയിൽ മുൾക്കിടം വെച്ച് തടക്കിയായിരുന്നു. ഈ ലോകം കൊടുത്ത പ്രതിഫലം മുഖത്ത് കാക്കിച്ചെടുത്ത് തുപ്പുകയായിരുന്നു. ഈ ലോകം കൊടുത്ത പ്രതിഫലം ഇവിടെ ആരും സ്വീകരിക്കാത്ത ഒന്നായിരുന്നു. ഇത് രണ്ടും ഒന്ന് നമ്മളെ അവരാ ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന വേദന എത്ര വലിയതാണ്. അങ്ങനാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് വേണ്ടിയല്ല, രണ്ടുപേർക്ക് വേണ്ടിയല്ല, മാനവ കുലത്തിന് വേണ്ടി മുഴുവൻ എന്റെ യേശു തകർക്കപ്പെട്ടു. വചനം ഇങ്ങനെ പറയുന്നത്, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. സാധാരണ തകർക്കുകയായിരുന്നു. അങ്ങനാണെങ്കിൽ യേശു നമുക്ക് വേണ്ടി തകർക്കപ്പെടുകയായിരുന്നു. നമുക്ക് പറയാം, കർത്താവ് ഞാൻ ചെയ്ത ചിന്തകൾ, പാപം, പ്രവൃത്തികൾ, ദോഷങ്ങൾ, നിരൂപണങ്ങൾ, എന്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടി കർത്താവ് കുരിശിൽ മരിച്ചു. എന്നെ അങ്ങനെ മകളാക്കി മാറ്റി രാജ്യത്തിന് അവകാശമാക്കി. ഈ വചനം അറിയുവാൻ എനിക്ക് ഭാഗ്യം തന്നു. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം കണ്ണുകടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച്, എല്ലാ ദൈവമക്കളും ആ ക്രൂശിനെ ധ്യാനിച്ച് ഇന്ന് പകൽക്കാലം ആ യേശുവിന്റെ സ്നേഹത്തെ ഓർക്കാതെ പോകരുത്. ശരി, അവൻ ഉച്ചകൾക്ക് ശേഷമാണ് ഈ തിരുവശം കടന്നു വരുന്നത്. കർത്താവെ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു, എനിക്ക് വേണ്ടി എന്റെ പാപത്തിന് വേണ്ടി, എന്റെ ശാപത്തിന് വേണ്ടി, എന്റെ രോഗത്തിന് വേണ്ടി, എന്റെ ഈ ലോകത്തിലുള്ള കെട്ടിൽ നിന്ന് എന്നെ വിളിപ്പാൻ കർത്താവ് ക്രൂശിൽ മരിച്ചു. അപ്പാ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ പിന്തുടരുന്നു. എന്റെ കർത്താവിന്റെ കരം പിടിക്കണമേ. ഇന്ന് പകൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ആ കാൽവരി ക്രൂശിലേക്ക് ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കാമോ? പുറമെയുള്ള കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നമുക്കൊരു നിമിഷം ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്റെ പാപങ്ങൾക്ക് വേണ്ടി, ഞങ്ങളേന്ന് പറയണ്ട, എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്റെ ജീവിതത്തിലെ ശിക്ഷാവധിക്ക് വേണ്ടി, ഞാൻ ഏൽക്കേണ്ട ശിക്ഷാവധി എന്റെ കർത്താവ് ക്രൂശിൽ എനിക്ക് വേണ്ടി വഹിച്ചു. എന്റെ പിതാവേ, അന്ന് തന്ന ഈ ക്രൂശിലെ സ്നേഹം എത്ര വലിയതാണ്. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. 1 കൊരിന്ത്യർ 11 21 വാക്യങ്ങളുടെ ഞാനിവിടെ പരസ്യമാക്കി വായിക്കുന്നു. ദൈവമക്കൾ ശ്രദ്ധിക്കാൻ ഓർപ്പിക്കുന്നു. ഞാൻ കർത്താവിനെ പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവരപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി മുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൾ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം രക്തത്തിൽ പുതിയ നിയമമാകും, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിരികെയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരു മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരല്ല കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതെ
തനിക്ക് ശിക്ഷാവിധി കുടിക്കുകയും ചെയ്യുന്നു. ഇരുവേദവാദികളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകം നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധി അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിരികെയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരല്ല കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അതുകൊണ്ട് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവർ ശരീരത്തെ വിവേചിക്കാൻ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും അവരവർ അടുത്തിരിക്കുന്ന ആളെയല്ല, അവരവരുടെ പകർക്കാലം എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ചിന്തയിലെ, നോട്ടത്തിലെ, സംസാരത്തിലെ, ഭാവത്തില് ചില ആഴ്ചകൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത്. അറിഞ്ഞും അറിയാതെ ഒക്കെ നമുക്ക് കുറ്റങ്ങൾ ഉണ്ടായിരിക്കാം. തീർച്ചയായും പ്രാഗൽഭ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവസ്ഥയിൽ കരുതിക്കാൻ കഴിയുമെങ്കിൽ ഇതിൽ കരുതിയെടുക്കാം. അത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ച കാര്യങ്ങൾ ക്രമീകരിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രമീകരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഭാഗമെടുക്കാം. നാം അതുകൊണ്ട് അയോഗ്യമായ അപ്പത്തിനാണല്ലോ, കുറ്റക്കാരനാകാനല്ല, ദൈവസന്നിധി നമുക്ക് ബലത്തോടെ പോകാൻ വേണ്ടിയാണ്. ദൈവസന്നിധി ആത്മാർത്ഥതയോടെ പോകാൻ വേണ്ടിയാണ്. ശൗതിക്കല്ല, തളർച്ചയ്ക്കല്ല, പിന്മാറ്റത്തിനല്ല, ആത്മാർത്ഥമായ ജയജീവിതത്തിന്, നമ്മുടെ ജീവിതത്തിന് ഉയർച്ചയ്ക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിന് അനുഗ്രഹമാക്കണം, ശാരീരികമായി വിടുതലാക്കണമേ.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യപ്പെടും. യേശുവിന്റെ നാമത്തിൽ തന്നെ ഈ പാനപാത്രത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് നിന്നു. യേശുവിന്റെ രക്തം സകല പാപവും നോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ചതാകയാൽ നമ്മുടെ രക്തത്തിൽ ആശ്രയിപ്പാൻ, നമ്മുടെ രക്തത്തിൽ വിടുതൽ പ്രാപിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയതായ സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ രക്തത്തിൽ പാനപാത്രത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് പാനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലും ആശ്വാസം നൽകി തരണമേ. ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ശക്തീകരിക്കണമേ. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. സത്യത്തോടെ, നീതിയോടെ, പരമാർത്ഥതയോടെ, വിശുദ്ധിയോടെ കർത്താവെ കരുണയിട്ടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവിനെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് നൽകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവിന് വേണ്ടി ഒരുങ്ങി പാർത്തിരിപ്പാൻ സഹായിക്കട്ടെ. നമ്മുടെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ അടുത്ത ദിവസങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം എടുക്കട്ടെ. ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിൽക്കുക, നിത്യരാജ്യത്തിൽ എത്തപ്പെടുവാൻ ഈ ലോകത്തിലെ ഒരു ബുദ്ധിമുട്ടുകൾ വേശാതെ യേശുവിന്റെ രക്തത്തിൽ മുദ്രയിടപ്പെട്ട് സ്വർഗീയ ദൂതമാണ് കാവൽ ചെയ്ത് പരിപാലിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അവർക്കും അവസരത്തെ ദൈവം നൽകട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്റർ ആ ശുശ്രൂഷകളൊക്കെ ഇത്രയും അനുഗ്രഹമാക്കി തീർത്തതോർത്ത് തുടർന്ന് നമ്മുടെ ജയകരമായ മുമ്പോട്ടുള്ള ജീവിതത്തിന് അനുഗ്രഹത്തിന് വേണ്ടി ദൈവദാസൻ പരസ്യമായിട്ട് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ സഭായോഗമായി ഞങ്ങൾ കൂടി വന്നു പാടി പ്രാർത്ഥിച്ചു. ആത്മാവിൽ ആരാധിപ്പാൻ ദൈവം അവസരം തന്നു. നല്ല സങ്കീർത്തനങ്ങള്, ആലോചനകള്, അരുളപ്പാടുകൾ ദാസനോട് കേൾപ്പിച്ചു. സാക്ഷി പറയുവാൻ ദൈവദാസന്മാരും കുഞ്ഞുങ്ങളും സ്വന്മാരെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ആരാധനീയ ശേഷം കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ കർത്തൃമേശ നടത്തുവാൻ ദൈവദാസന്റെ ദൈവം കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്തോത്രം. അപ്പൊ വീണ്ടുകളുടെ ഭാഗങ്ങളാക്കിയിരുവാൻ കർത്താവായ യേശു ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചത് അങ്ങയുടെ മരണം ഓർക്കുക ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതിനായി സ്തോത്രം. ഞങ്ങളൊരപ്പത്തിന്റെ അംശികളും ഒരു പാനപാത്രത്തിന്റെ ഓഹരിക്കാരും ഒരു കുടുംബത്തിലെ അംഗങ്ങളുമാക്കി ദൈവം ഞങ്ങളെ തീർത്തതിനായി നദിയോട് സ്തോത്രം ചെയ്യുന്നു. സംഭാഷണങ്ങളുമായി കുഞ്ഞുങ്ങളോർ സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും ഭവനങ്ങളിലായിരിക്കുമ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ശുശ്രൂഷകളെ മാനിച്ചുകൊണ്ട് സ്തോത്രം. നാമത്തിൽ പിതാവേ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. ജയത്തോടെ ഈ ആഴ്ചകൾ ദൈവങ്ങൾ നടത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്ത്രീപുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും യോഗത്തിൽ പങ്കെടുത്ത ദൈവമക്കളോടും തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതയാത്രയോടും ഈ സഭയിലുള്ള എല്ലാ ദൈവമക്കളോടും കൂടിയും കർത്താവിന്റെ വരവരി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഈ പകലിൽ നമുക്ക് ചെയ്ത ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.